ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും സുശക്തമായൊരു ശാസ്ത്ര സാങ്കേതിക മേഖല വാർത്തെടുക്കാനുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നത്. ഈ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 228.83 കോടിയിൽ നിന്നും 260.78 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, കേരളത്തിൻ്റെ ശക്തമായ വിദ്യാഭ്യാസ അടിത്തറ, വൈവിധ്യമാർന്ന ജൈവവൈവിധ്യം, പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള പ്രതിബദ്ധത എന്നിവ പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനത്തിനുള്ള ഒരു സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ കണ്ണൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 102.78 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിക്ക് 60 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുലിയനാർകോട്ടയിലെ പുതിയ ക്യാമ്പസ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനത്തിന് 90 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് 8 കോടി രൂപ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈവിധ്യ ബോർഡിന് 13 കോടി രൂപയും മലിനീകരണ നിയന്ത്രണ ബോർഡിന് 3 കോടി രൂപയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷന് 1 കോടി രൂപയും ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ 13 കോടി രൂപയും മാറ്റിവെക്കുന്നു. സർ, പൊതുവിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾ ബജറ്റ് വിഹിതത്തിലും വിനിയോഗത്തിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ബജറ്റ് വിഹിതത്തേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിച്ചു എന്നത് കാര്യക്ഷമമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതിലെ മികവിനെയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ നൽകുന്ന മുൻഗണനയുമാണ് സൂചിപ്പിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ഗുണമേന്മാ സൂചികയിലടക്കം എല്ലാ ഘടകങ്ങളും കേരളം മുന്നിലെത്തി. സർ, കേരളം ഒരു ദശാബ്ദത്തിനിടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അനുവദിച്ച 8,719.14 കോടി രൂപയിൽ 8,020 കോടി രൂപയും ചെലവഴിക്കാൻ സാധിച്ചു കഴിഞ്ഞു. ഈ നേട്ടങ്ങൾ നിലനിർത്തുന്ന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി പിന്തുണാ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് 1,128.71 കോടി രൂപ വകയിരുത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനം. സർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി സർക്കാർ നടപ്പിലാക്കിയ ലക്ഷ്യാധിഷ്ഠിത നിക്ഷേപത്തിലുള്ള ഫലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. കിഫ്ബി മുഖേന 2,565 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ മേഖലയ്ക്കായി 167 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നു. തടസ്സരഹിത വിദ്യാഭ്യാസത്തിനായി 11 കോടി, അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് 56.25 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേക ഫണ്ടുകളും കർമ്മപദ്ധതികളും സർക്കാർ നൽകി വരുന്നുണ്ട്. ഈ പരിപാടികൾ തുടരുന്നതിനായി ആകെ 102.64 കോടി രൂപ. അധ്യാപകരുടെ ശാക്തീകരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ആധുനികവൽക്കരണ പാതയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. സർ, സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ എയ്ഡഡ് സർക്കാർ UP സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനുള്ള കൈത്തറി ഡയറക്ടറേറ്റിൻ്റെ പദ്ധതിക്കായുള്ള 70 കോടി രൂപയും ഉൾപ്പെടും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 62 കോടി രൂപ വകയിരുത്തുന്നു. ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂൾ തലത്തിലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്കായി 7.9 കോടി രൂപയും സർക്കാർ കെട്ടിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങൾക്ക് 74 കോടി രൂപയും CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചലഞ്ചിന് 10.1 കോടി രൂപയും മറ്റും. സർ, സമഗ്ര ശിക്ഷയുടെ സംസ്ഥാന വിഹിതമായി 55 കോടി, സമഗ്ര ശിക്ഷ പ്രൊജക്റ്റ് മുഖേന നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി 23 കോടി രൂപയും മാറ്റിവെക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ പഠന തുടർച്ച, വിദ്യാഭ്യാസം ഗുണമേന്മ ഉറപ്പാക്കൽ തുടങ്ങി ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദമുള്ളതായി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ പദ്ധതിയിൽ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ വർഷം വിന്യസിച്ച 9,000 കിറ്റുകൾക്ക് പുറമെ 20,000-ൽ അധികം റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾ തുടർന്ന് ശക്തിപ്പെടുത്തുന്നതിനായി കൈറ്റിന് 38.5 കോടി രൂപ വകയിരുത്തുന്നു. മിഡ് ഡേ മീൽ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം മതിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260.66 കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. ആകെ 410.66 കോടി രൂപ മിഡ് ഡേ മീൽ പദ്ധതിക്കും അനുബന്ധ പോഷകാഹാരത്തിനുമായി പ്രത്യേകിച്ച് SC/ST വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വകയിരുത്തുന്നു.
സാർ, ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് സ്കൂളുകൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കുന്ന പ്രക്രിയ SCRT ആരംഭിച്ചിട്ടുണ്ട്. SCRTയുടെ പ്രവർത്തനങ്ങൾക്കായി 21.25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസം. സാർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയപരമായ വലിയ മാറ്റങ്ങളും സ്ഥാപനങ്ങളുടെ വിപുലീകരണവും നടപ്പിലായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 2016-17 കാലയളവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധയും വർദ്ധിച്ച പദ്ധതി വിഹിതവും നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ദേശീയ റാങ്കിലെയും അക്രഡിറ്റേഷനിലെയും മുന്നേറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. സർവകലാശാല ഭരണത്തെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 8.67% അധികമാണ്. സാർ, ദേശീയ തലത്തിലുള്ള NIRF റാങ്കിങ്ങിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം തുടരുന്നു. രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 18 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാല വിഭാഗത്തിൽ കേരള, മഹാത്മാഗാന്ധി, കുസാറ്റ് എന്നീ സർവകലാശാലകൾ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല NAC A++ ഗ്രേഡ് കരസ്ഥമാക്കി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോയിൻ്റ് നേടിയ സർവകലാശാലയായി. NIRF 2025 സംസ്ഥാന പൊതു സർവകലാശാലയിൽ 5ാം സ്ഥാനവും സർവകലാശാല വിഭാഗത്തിൽ 21ാം സ്ഥാനവും നേടി. സാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് 259.09 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് കുറേ കാലമായി പരിഷ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. സാർ, പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും 1500 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി 13,000 രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ.